ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്, രാഷ്ട്രീയ വാർത്തയാണ്. ഗുരുവായൂർ നിയമസഭാ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH റഷീദ്. കാലങ്ങളായി ലീഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണയും ഒരു മാറ്റവും ഉണ്ടാകില്ല. UDFിന്റെ ഭാഗമായി ലീഗ് തന്നെ ഗുരുവായൂരിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കെ മുരളീധരനോട് വ്യക്തിപരമായി ഇഷ്ടമുണ്ട്, പക്ഷേ UDFിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് ഗുരുവായൂരെന്ന് CH റഷീദ് പറഞ്ഞു. ആ CH റഷീദിന്റെ പ്രതികരണമാണ്, നമുക്കൊന്ന് കേൾക്കാം. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കാലങ്ങളായിട്ട് മത്സരിച്ചു വരുന്നൊരു സീറ്റാണ്. സീറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളൊന്നുമില്ല. 100% UDFിൻ്റെ ഭാഗമായി ഗുരുവായൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. കെ മുരളീധരനോട് വ്യക്തിപരമായ ഇഷ്ടവും സ്നേഹവും ഒക്കെയുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന UDFിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് ഗുരുവായൂർ. യാതൊരു കാരണവശാലും അത്തരം ചർച്ചകൾ സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ നടന്നിട്ടില്ല. അത്തരം ചർച്ചയ്ക്ക് തന്നെ യാതൊരു സാധ്യതയില്ല. അടഞ്ഞ അധ്യായമാണ്. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ KPCCയുടെ നിർദ്ദേശപ്രകാരം കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു, തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന് നമ്മൾ വാർത്ത കണ്ടതാണ്. അത് ഗുരുവായൂരായിരിക്കും എന്നുള്ളത് കണ്ടതാണ്. അതിന് പകരം ലീഗിന് പട്ടാമ്പി സീറ്റ് നൽകുമെന്നും കണ്ടു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ലീഗ് അത് വിട്ടുകൊടുക്കുന്നില്ല എന്നും പറഞ്ഞു. അതോടൊപ്പം അനീഷ്, അവിടെ ഗുരുവായൂർ മണ്ഡലം എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങളായി CPIMന്റെ കയ്യിലാണ്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വീണ്ടും ഒരു ചർച്ച വരുമായിരിക്കുമല്ലേ? അതായത് ലീഗിന് പട്ടാമ്പി സീറ്റ് നൽകുന്ന തരത്തിൽ. പക്ഷേ ഈ ഒരു വാർത്ത നിഷേധിക്കുന്നത് എങ്ങനെ ബാധിക്കുമെന്നും കൂടി ഒന്ന് വ്യക്തമാക്കണം. ഗുരുവായൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുതിയൊരു വിവാദം തലമുക്കിയിരിക്കുന്നത്. അത് തൃശ്ശൂരിലാണ്. ഗുരുവായൂർ സീറ്റിനെ ചൊല്ലിയാണ് പുതിയൊരു വിവാദം ഇപ്പോൾ തലമുക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോലും കടന്നിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഗുരുവായൂർ സീറ്റുമായി ബന്ധപ്പെട്ട ഒരു വിവാദം UDFിൽ തലമുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളായി ഈ ഗുരുവായൂർ മണ്ഡലം LDFിന്റെ കയ്യിലാണ്. എന്നാൽ അവിടെ UDFിനെ സംബന്ധിച്ച് അവിടെ ലീഗിന്റെ സീറ്റ് കൂടിയാണ് ഗുരുവായൂർ. ഈ സീറ്റിൽ ആണ് കെ മുരളീധരനെ വീണ്ടും തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് ഗുരുവായൂർ സീറ്റിൽ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നത്. അതിനെ എതിർത്താണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം, ജില്ലാ അധ്യക്ഷൻ CH റഷീദ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരം ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ല. ഗുരുവായൂർ സീറ്റ് തങ്ങളുടേതാണ്, തങ്ങൾ തന്നെ അവിടെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം UDF പറയുന്നത്, ഈ കോൺഗ്രസ് പറയുന്നത് ഈ ഗുരുവായൂർ സീറ്റ് ലീഗിന്റെ ആണെങ്കിൽ കൂടിയിട്ട് കാലങ്ങളായി അവിടെ ജയിക്കാറില്ല. LDF ആണ് അവിടെ ജയിച്ചു പോരുന്നത്. അതിലൊരു മാറ്റം വരാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ മുരളീധരനെ അവിടേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് KPCC ഭാഗത്തുനിന്നൊക്കെ നടക്കുന്നത്. പകരം ലീഗിന് പട്ടാമ്പി സീറ്റ് വിജയസാധ്യതയുള്ള, ലീഗ് അവിടെ മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റാണ് പട്ടാമ്പി. അത് പട്ടാമ്പി സീറ്റ് ലീഗിന് കൈമാറി പകരം ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് എടുക്കാം എന്നുള്ളൊരു ധാരണയൊക്കെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. അത്തരത്തിലുള്ള നീക്കമൊക്കെയാണ് നടക്കുന്നത്. കാരണം ഈ ഗുരുവായൂരിൽ മുരളീധരനെ മത്സരിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ ഇവിടെ പരാജയപ്പെട്ടെങ്കിൽ കൂടിയും ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്നും ആണ് മുരളീധരന് കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളത്, കോൺഗ്രസിന് കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു കാര്യം കൂടി കണക്കിലെടുത്താണ് ഗുരുവായൂരിൽ കോൺഗ്രസ് നേരിട്ട് അല്ലെങ്കിൽ മുരളീധരനെ പോലുള്ള ശക്തമായ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചാൽ വിജയ സാധ്യത ഉറപ്പാക്കാം, LDFിന്റെ കയ്യിൽ നിന്നും മണ്ഡലം പിടിച്ചെടുക്കാം എന്നുള്ളൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ ഒന്നും മുഖവിലയ്ക്ക് പോലും മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം എടുക്കുന്നില്ല. സംസ്ഥാന നേതൃത്വവുമായി ജില്ലാ നേതൃത്വം സംസാരിച്ചു. സംസ്ഥാന തലത്തിലും അത്തരമൊരു ചർച്ച പോലും വന്നിട്ടില്ല, ജില്ലാ തലത്തിലും വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇത് സാധൂകരിക്കുന്ന രീതിയിൽ ജോസഫ് ടാജറ്റൊക്കെ ഒരു പ്രതികരണമൊക്കെ നടത്തുകയുണ്ടായി. പക്ഷെ അതെല്ലാം ജോസഫ് ടാജറ്റിനെ ഒരു തമാശയായി കണ്ടാൽ മതി എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് ഗുരുവായൂർ സീറ്റ് വിട്ടുകൊടുക്കില്ല, മുസ്ലിം ലീഗ് തന്നെ അവിടെ മത്സരിക്കും എന്നുള്ളൊരു കണിശമായ ഒരു മറുപടി തന്നെയാണ് മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ CH റഷീദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് 3 മണിയോടെ അവിടെ ഒരു യോഗം ഒക്കെ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു യോഗമാണ്. എന്നാലും ഈ കാര്യത്തിൽ അത്തരത്തിലൊരു നീക്കവും അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പോലും യാതൊരു സാധ്യതയുമില്ല. അത്തരം നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്പാടെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാളിദാസ്. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂരിൽ കെ മുരളീധരൻ മത്സരിക്കാൻ ഒരുങ്ങുന്നു. തൃശ്ശൂർ ജില്ലയിൽ തന്നെ മത്സരിക്കുന്നു. അത് ഗുരുവായൂർ മണ്ഡലമായിരിക്കും. അതിന് പകരം ലീഗിൻ്റെ മണ്ഡലമായ ഗുരുവായൂർ
അവിടെ മുരളീധരൻ മത്സരിക്കുന്നു. ലീഗിന് ആ ഗുരുവായൂർ മണ്ഡലത്തിന് പകരം പട്ടാമ്പി മണ്ഡലം നൽകുമെന്നുള്ള ആ ഒരു വാർത്ത തള്ളുകയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം, ജില്ലയിലെ ലീഗ് നേതൃത്വം എന്നുള്ളത്. ഇത്തരത്തിൽ ഒരു ചർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകില്ല. കെ മുരളീധരനോട് വ്യക്തിപരമായി ഇഷ്ടമുണ്ട്, പക്ഷേ UDFിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് ഗുരുവായൂരെന്ന് കൂടിയാണ് CH റഷീദ് ഇപ്പോൾ പറയുന്നത്. നമുക്കറിയാം കാലങ്ങളായിട്ട് ഇപ്പോൾ 2006 ശേഷം 2006 മുതൽ അത് ആ ഗുരുവായൂർ സീറ്റ് CPIMൻ്റെ കയ്യിലാണ്. അപ്പോൾ അതിനുശേഷം അതായത് 2001 മുതൽ 2006 വരെ PKK ബാവയായിരുന്നു അന്ന്. 2001 മുതൽ 2006 വരെ അവസാനമുണ്ടായിരുന്ന അവിടെ ജയിച്ച മുസ്ലിം ലീഗ് MLA എന്ന് പറയുന്നത്. അപ്പോൾ 2006 ശേഷം ഒരു വിജയം നേടാൻ ലീഗിന് സാധിച്ചിട്ടില്ല. പക്ഷേ സ്വന്തം നിലയിൽ വോട്ട് ഉയർത്താനൊക്കെ ലീഗിന് അന്ന് സാധിച്ചിട്ടുണ്ട്. ലീഗിനന്ന് ഈ 2006 മുതൽ 2021 വരെ ഈ വോട്ട് ഉയർത്താനൊക്കെ എല്ലാം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ചർച്ച വരുമ്പോൾ ഇത്തരത്തിൽ CPIMൻ്റെ കയ്യിൽ നിന്നും UDFിലേക്ക്, കോൺഗ്രസിലേക്ക്, LDFിൽ നിന്നും UDFിലേക്ക് ഈ സീറ്റ് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് കെ മുരളീധരനെ ഇറക്കുന്നത് എന്നുള്ള തരത്തിലൊരു നിർദ്ദേശം ചർച്ചയിലൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ എന്ത് വെച്ചായിരിക്കും പ്രതിരോധിക്കുക മുസ്ലിം ലീഗ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും നിലവിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല. UDFിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് ഗുരുവായൂർ. കെ മുരളീധരനോട് വ്യക്തിപരമായി ഇഷ്ടമുണ്ട്. ലീഗ് തന്നെയായിരിക്കും ഗുരുവായൂരിൽ മത്സരിക്കുക എന്നാണ് ഇപ്പോൾ നിലവിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്.